മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ KPCC അധ്യക്ഷനുമായ തെന്നല ബാലകൃഷ്ണൻ പിള്ള അന്തരിച്ചിരിക്കുകയാണ്. 95-ാം വയസ്സിലാണ് അന്ത്യം ഉണ്ടായിരിക്കുന്നത്. മുൻ KPCC അധ്യക്ഷൻ, മുൻ MLA എന്നീ പദങ്ങളിലെല്ലാം തന്നെ പ്രവർത്തിച്ചിട്ടുള്ള അദ്ദേഹം കൊല്ലം ജില്ലയിൽ ആണ്, ശൂരനാട്ടാണ് അദ്ദേഹത്തിൻ്റെ കുടുംബ വേരുകളുള്ളത്. കൊല്ലം ജില്ലയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലം എന്ന് പറയുന്നത്. 2 തവണ KPCCയുടെ അധ്യക്ഷൻ ആയിരുന്നു, 2 വട്ടം MLA ആയിരുന്നു, 3 വട്ടം രാജ്യസഭാംഗം ആയിരുന്ന വ്യക്തിയാണ്. അങ്ങനെ ദീർഘകാലമായി പ്രവർത്തന പരിചയമുള്ള, പാർലമെന്ററി രാഷ്ട്രീയത്തിൽ പ്രവർത്തന പരിചയമുള്ള കോൺഗ്രസിലെ അധികായനായിട്ടുള്ള ഒരു നേതാവാണ്. VS അനുവാണ് നമുക്കൊപ്പം ചേരുന്നത്. അനു, തെന്നല ബാലകൃഷ്ണൻ പിള്ള എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് AK ആന്റണിയും ഒപ്പം തന്നെ K കരുണാകരനും 2 ഗ്രൂപ്പുകളായി AI ഗ്രൂപ്പുകളുടെ പ്രബല കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി A ഗ്രൂപ്പിന്റെ സാരഥ്യം ഏറ്റെടുത്ത് AK ആന്റണിയുമായി മുന്നോട്ട് പോകുന്നു. K കരുണാകരനും അദ്ദേഹത്തിൻ്റെ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള മറ്റാളുകൾ ആ ഗ്രൂപ്പിൽ വളരെ സജീവമായി നിൽക്കുന്ന ഒരു സമയത്ത് KPCCയുടെ അധ്യക്ഷനായി നിൽക്കുകയും മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുകയും ചെയ്തിരുന്ന ഒരാളാണ്. ഈ 2 നേതാക്കളെയും ഒരേപോലെ കൊണ്ടുപോകാൻ സാധിച്ചിരുന്ന ഒരു നേതാവ് കൂടിയാണ് തെന്നല ബാലകൃഷ്ണ പിള്ള. കോൺഗ്രസിൽ അധികാര രാഷ്ട്രീയത്തിൽ, അദ്ദേഹം പാർലമെന്ററി രാഷ്ട്രീയത്തിൽ ദീർഘകാലം ഉണ്ടായെങ്കിൽ പോലും സ്വാത്വികനായി അറിയപ്പെട്ടിരുന്ന ഒരു നേതാവ് കൂടിയാണ് തെന്നല. കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും സൗമ്യമായ മുഖമായിരുന്നു തെന്നല ബാലകൃഷ്ണപിള്ള എന്ന് പറഞ്ഞാൽ തെറ്റില്ല. കാരണം അത്രമേൽ സൗമ്യനായ ഒരു നേതാവാണ് അദ്ദേഹം. നമുക്കറിയാം, കോൺഗ്രസിന്റെ AI ഗ്രൂപ്പ് പോരിന്റെ ഒക്കെ ഘട്ടത്തിൽ പലപ്പോഴും അതിനുശേഷം നമുക്കറിയാം കോൺഗ്രസിന്റെ വിവിധ വിഷയങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടി എത്തുന്നത് പലപ്പോഴും തെന്നല ബാലകൃഷ്ണപിള്ളയായിരുന്നു. അത്രമേൽ എല്ലാവരും അംഗീകരിക്കുന്ന, ഗ്രൂപ്പുകൾക്കൊക്കെ അതീതമായി എല്ലാ നേതാക്കളും അംഗീകരിക്കുന്ന നേതാവായിരുന്നു തെന്നല ബാലകൃഷ്ണപിള്ള. കോൺഗ്രസിന്റെ ഏറ്റവും സൗമ്യമായ രാഷ്ട്രീയ മുഖം അദ്ദേഹമാണ്. അല്പസമയം മുമ്പ് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോൾ അന്തരിച്ചിരിക്കുന്നത്. കൊല്ലം ജില്ലയിലെ കുന്നത്തൂരാണ് അദ്ദേഹത്തിന്റെ സ്വന്തം സ്ഥലം. അദ്ദേഹം കുഞ്ഞുനാൾ മുതൽ തന്നെ സജീവ രാഷ്ട്രീയത്തിൽ പങ്കാളിയായി. അതുകൂടാതെ തന്നെ കൊല്ലം DCC പ്രസിഡന്റ് ആയി അദ്ദേഹം ചുമതല വഹിച്ചിട്ടുണ്ട്. മുൻ KPCC പ്രസിഡന്റ് ആയിരുന്നു. 1962 മുതൽ അദ്ദേഹം KPCC അംഗമാണ്. 1977-ലും 82-ലും അടൂരിൽ നിന്നും, അതുകൂടാതെ തന്നെ 1967, 80, 87 വർഷങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹം അടൂരിൽ നിന്ന് മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. പക്ഷെ 3 തവണ അദ്ദേഹം നേരത്തെ അടൂരിൽ നിന്ന് നിയമസഭാ അംഗമായി. അങ്ങനെ വലിയ രീതിയിൽ കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും സജീവമായിരുന്ന ഒരു മുഖമായിരുന്നു അദ്ദേഹം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്കറിയാം, ഈ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും K സുധാകരനെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തപ്പോൾ അന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉന്നതമായ വിജയം നേടിയത് തെന്നല ബാലകൃഷ്ണപിള്ള KPCC അധ്യക്ഷനായിരുന്ന സമയത്താണ്. പക്ഷേ ആ ഒരു വിജയത്തിന്റെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുമ്പോഴും തൊട്ടു പിന്നാലെ അദ്ദേഹത്തെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി. ഒരു എതിർപ്പുമില്ലാതെ, അല്ലെങ്കിൽ ഒരു എതിർ ശബ്ദം പോലും ഉണ്ടാക്കാതെ അദ്ദേഹത്തിന്റെ ആ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറുകയാണ് ചെയ്തത്. ഇന്നിപ്പോൾ K സുധാകരനൊക്കെ ഈ അതുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്ന വലിയ വിവാദങ്ങൾ കാണുമ്പോൾ എല്ലാവരും ഓർമ്മിച്ചത് തെന്നല ബാലകൃഷ്ണപിള്ളയായിരുന്നു. അങ്ങനെ കേരളത്തിൽ കോൺഗ്രസിന്റെ ഏറ്റവും സജീവവും ഏറ്റവും സൗമ്യവും ഏറ്റവും ആർദ്രമായ ഒരു നേതാവായിരുന്നു തെന്നല ബാലകൃഷ്ണപിള്ള എന്ന് പറയുന്നതിൽ തെറ്റില്ല. അങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ അന്ത്യമാണ് അല്പസമയം മുമ്പ് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ സംഭവിച്ചിരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ സ്വന്തം സ്ഥലം കൊല്ലത്താണെങ്കിലും അദ്ദേഹം വർഷങ്ങളായി തിരുവനന്തപുരത്തെ നെട്ടയത്താണ് താമസിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിലേക്ക് മൃതദേഹം കൊണ്ടുപോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റു കൂടുതൽ വിവരങ്ങൾ ലഭിച്ച് വരുന്നതേയുള്ളൂ. ഏതായാലും വളരെ സൗമ്യമായ, വളരെ കക്ഷി രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറത്തേക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും നേതാക്കളും ഒക്കെ അംഗീകരിക്കുന്ന കോൺഗ്രസിന്റെ കേരള രാഷ്ട്രീയത്തിന് തന്നെ ഏറ്റവും സജീവമായ മുഖങ്ങളിൽ, സൗമ്യമായ മുഖങ്ങളിൽ ഒന്നായിരുന്നു തെന്നല. അദ്ദേഹത്തിന്റെ വിയോഗമാണ് അല്പസമയം മുമ്പ് ഉണ്ടായിരിക്കുന്നത്. ബിനിൻ.